ഹലോ, അപ്പോൾ നമ്മൾ ഇന്നൊരു വേപ്പിലക്കട്ടിയാണ് ഉണ്ടാക്കണേ. ഇനി നമുക്ക് വേപ്പിലക്കട്ടിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാം കേട്ടോ. ഒരു 50 ഗ്രാം കപ്പലണ്ടി, ഒരു 50 ഗ്രാം ഉഴുന്ന്, പിന്നെ ഒരു 50 ഗ്രാം കടലപ്പരിപ്പ്. ഇത് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആദ്യം വറുത്തതെല്ലാം കൂടെ ചെറു ചൂടോടെ ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഒരു 2 തേങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി ചേർക്കാം. ഇനി നമുക്കൊരു 7-8 ഗാർലിക്ക് ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഇത് കറിവേപ്പില കൂടുതലായിട്ട് ചേർക്കുന്നതുകൊണ്ടാട്ടോ ഇതിന് വേപ്പിലക്കട്ടി എന്ന് പേര് വന്നേ. നമുക്കൊരു 6 ഉണക്കമുളക് ചേർക്കാം. കുറച്ച് വാളംപുളി ചേർക്കാം. നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കാം കേട്ടോ. ഇനി ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു പൊടി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് ചൂടാക്കാം. അപ്പോൾ ഇത് ചമ്മന്തിക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതേ വേപ്പിലക്കട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. ബായ്.